ഡയലക്റ്റിക്സ് എന്ന വാക്ക് നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഇതിൻ്റെ സൂക്ഷ്മ വിവക്ഷകൾ എന്നത് അത്രയൊന്നും വ്യക്തമല്ല. പൊതുവിൽ ഡയലക്റ്റിക്കൽ പ്രാക്ടീസ് എന്നതിൽ ഏർപ്പെടുന്ന ആളുകൾ തന്നെയും അതിൻ്റെ സൂക്ഷ്മാംശങ്ങളെ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് മുഖ്യമായിട്ടും ഈ ആശയത്തിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം എന്ന നിലയ്ക്ക് ഡയലക്റ്റിക്സിന് സംഭവിച്ച അതിൻ്റെ ഉള്ളടക്കം, അതിന് പിൽക്കാലത്ത് വന്ന അർത്ഥ പരിണാമങ്ങൾ, മാർസും ഡയലക്റ്റിക്സും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് നാളത്തെ ഒരാലോചനയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് മാർസ് വരെയുള്ള അതിൻ്റെ ഒരു ചരിത്രം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊരു കാര്യമാണ് മുഖ്യമായിട്ടും പറയാൻ ശ്രമിക്കുന്നത്. ഡയലക്റ്റിക്സ് എന്നതിന് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി പ്രധാനമായിട്ടും രണ്ടർത്ഥമാണ്, വിശദീകരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് ദ ആർട്ട് ഓഫ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഇൻ ടു ദ ട്രൂത്ത് ഓഫ് ആൻ ഒപ്പീനിയൻ, ഒരഭിപ്രായത്തിൻ്റെ സത്യാത്മകതയെക്കുറിച്ചുള്ള വിമർശനാത്മക വിശകലനമാണ് ഡയലക്റ്റിക്സ് എന്നാണ്. ഒരഭിപ്രായമല്ല, ആ അഭിപ്രായത്തിൻ്റെ സത്യാത്മകത, അതിൻ്റെ ട്രൂത്ത്ഫുൾനെസ്, അതിനെക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷനാണ് ഡയലക്റ്റിക്സ് എന്നത് OED മീൻസ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരർത്ഥമാണ്. രണ്ടാമത്തെ ഒരർത്ഥം അവർ കൊടുക്കുന്നത് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ട്രൂത്ത് ബൈ ഡിസ്കഷൻ, ചർച്ചയിലൂടെ സത്യത്തെ തേടുക. അതുകൊണ്ട് ഡയലക്റ്റിക്സ് എന്ന വാക്കിൻ്റെ റൂട്ട് തേടിപ്പോയാൽ അത് ഒരു ഭാഗത്ത് ഡയലോഗ് എന്ന വാക്കിൽ ചെന്ന് മുട്ടുന്നുണ്ട്, സംവാദം എന്നതിൽ നിന്ന്. അതുകൊണ്ട് ഡയലക്റ്റിക്സിൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിന്താപരമായി തന്നെ അതൊരു സംവാദാത്മക തലത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മാത്രമായൊരു ധ്യാനാത്മകതയോടല്ല, മറിച്ച് കൂടുതൽ അതൊരു സംവാദാത്മകതയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാക്കിൻ്റെ ഒരു ഉൽപ്പത്തി, എറ്റിമോളജി, അതിൻ്റെ ഒരു നിരുക്തി നോക്കിയാൽ OED അതിൻ്റെ നിരുക്തി, ഇതൊരുപാട് പരിണാമമുണ്ട്. ഞാനിപ്പോൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അതിൻ്റെ ചരിത്രം പറയാമെന്ന് വെച്ചാൽ വളരെ വിസ്തരിച്ചാണ്, അതിന് ഞാൻ മുതിരുന്നില്ല. ഏറ്റവും പ്രാഥമികമായ അതിൻ്റെ നിരുക്തി എന്ന് പറഞ്ഞാൽ 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായ വാക്കാണ്. അത് ഡയ എന്നതും ലെഗിൻ എന്നതുമായ 2 വാക്കുകൾ. ഡയ എന്നത് ഗ്രീക്ക് ഭാഷയിൽ ത്രൂ, അതിലൂടെ എന്ന അർത്ഥം വരുന്ന ഒന്നാണ്. ലെഗിൻ എന്നതാകട്ടെ LEGEIN, ലെഗിൻ എന്നതാകട്ടെ അത് ഏതാണ്ടൊരു ഡെലിബ്രേഷൻ, ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ അവതരണം, അതിൻ്റെ പ്രകാശനം എന്ന് പറയാവുന്ന. അപ്പോൾ ഒരു സംഗതിയുടെ അവതരണത്തിലൂടെ നാം എത്തിച്ചേരുന്ന ഒന്ന് എന്ന മട്ടിൽ അർത്ഥസൂചന ഈ 2 വാക്കുകൾക്കുണ്ട്. ഈ 2 വാക്കുകൾ ചേർന്നിട്ടാണ് ഡയലക്റ്റിക്കെ എന്നൊരു ഗ്രീക്ക് പദം ഉണ്ടാകുന്നത്. ആ ഗ്രീക്ക് പദത്തിൽ നിന്ന് ഡയലക്റ്റിക്കോസ് എന്ന ഒരു പദത്തിലേക്ക് അത് എത്തിച്ചേരുന്നു. ഡയലക്റ്റിക്കോസ് എന്നുള്ളത് കോൺവെർസേഷൻ എന്നർത്ഥത്തിലാണ് പ്രാചീന ഗ്രീസിൽ ഉപയോഗിക്കപ്പെട്ടത്. അവിടെ നിന്ന് അത് ഡയലക്റ്റിക്ക എന്ന ലത്തീൻ പദമായിട്ട് പരിണമിക്കുന്നു. ആ ഡയലക്റ്റിക്ക എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ഡയലക്റ്റിക്സ് എന്ന വാക്കിലേക്ക് അത് എത്തിച്ചേരുന്നത്. അത് ഏതാണ്ടൊരു പൊതുവർഷം 14-ാം നൂറ്റാണ്ടാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഡയലക്റ്റിക്സ് എന്ന പദം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ നോക്കിയാൽ ക്രിസ്തുവർഷ ആരംഭത്തിന് മുമ്പ് ഏതാണ്ടൊരു 3-4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച് ഒരു 2000 വർഷക്കാലത്തെ ചരിത്ര ജീവിതത്തിന് ശേഷമാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ആ വാക്ക് നമ്മൾ ഇന്ന് കാണുന്ന അർത്ഥത്തിൽ എത്തുന്നത്. ഇന്ന് കാണുന്ന അർത്ഥം എന്ന് പറഞ്ഞുകൂടാ, കാരണം ഇന്ന് മനസ്സിലാക്കുന്ന അർത്ഥം അതിന് പിന്നീട് കൈവന്നതാണ്. ആ വാക്കിൻ്റെ അർത്ഥം മാറ്റിവെച്ച്, എറ്റിമോളജി മാറ്റിവെച്ച് നമ്മൾ അതിൻ്റെ ഒരു പരിണാമ ചരിത്രം നോക്കിയാൽ അതിൽ ഓക്സ്ഫോർഡ് പ്രസിദ്ധീകരിച്ച ഡിക്ഷണറി ഓഫ് ഫിലോസഫി അത് 5 പടവുകൾ ഡയലക്റ്റിക്സ് എന്ന കൺസെപ്റ്റിന് കൊടുക്കുന്നുണ്ട്. 5 ഘട്ടങ്ങളുള്ള ജീവിതം. അതിലൊന്ന് പ്രീ സോക്രട്ടിക് ഫിലോസഫിയുടെ, പിന്നെ സോക്രട്ടിക് ഫിലോസഫിയുടെ കാലമാണ്. ഏതാണ്ടൊരു BC 6-ാം നൂറ്റാണ്ട് മുതൽ അരിസ്റ്റോട്ടിൽ വരെയുള്ള ഒരു
2-3 നൂറ്റാണ്ടുകളിൽ ഈ ആശയത്തിനുണ്ടായിരുന്ന ഒരർത്ഥ സൂചനയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് മധ്യകാലത്ത് ഈ വാക്കിനു കൈവന്ന അർത്ഥവിവക്ഷകളാണ്. മൂന്നാമത്തേത് പാശ്ചാത്യ തത്വചിന്തയിലെ വലിയ പേരുകാരിലൊരാളായ ഇമ്മാനുവൽ കാന്റ് ഡയലക്റ്റിക്സിന് കൊടുത്ത അർത്ഥ സൂചനയാണ്. നാലാമത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഹെഗേലിയൻ തത്വചിന്തയിൽ അതിന് കൈവന്ന ആവിഷ്കാരമാണ്. അഞ്ചാമത് അത് ഹെഗലിനെ തന്നെ ഒരു നിലയിൽ നവീകരിച്ചുകൊണ്ട് മാർസ് കൊണ്ടുവന്ന അർത്ഥമണ്ഡലമാണ്. ഈ 5 പടവുകളാണ് ഡയലക്റ്റിക്സ് എന്ന സങ്കല്പനത്തിൻ്റെ ചരിത്ര ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനുള്ളത്. ഡയലക്റ്റിക്സ് കണ്ടെത്തിയത് ആരാണ് എന്നതിന് അരിസ്റ്റോട്ടിൽ പറയുന്ന ഒരു ഉത്തരം പ്രാചീന ഗ്രീക്ക് ചിന്തകനായ പ്രീ സോക്രട്ടിക് ഫിലോസഫേഴ്സിൽ പ്രധാനിയായ സെനോ ആണ് ഈ ഡയലക്റ്റിക്സ് കണ്ടെത്തിയത് എന്നാണ് അരിസ്റ്റോട്ടിലിൻ്റെ ഒരു നിരീക്ഷണം. അദ്ദേഹത്തിൻ്റെ ലളിതമായി പറഞ്ഞാൽ ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത് ഫോം ഓഫ് റീസണിങ്, ആർഗ്യുമെൻറ്റ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ്, വാദങ്ങളിലൂടെയും പ്രതിവാദങ്ങളിലൂടെയുമുള്ള ഒരു യുക്തി വിചാരം, വാദപ്രതിവാദങ്ങളിലൂടെ കൂടുതൽ സത്യത്തിലേക്ക് അടുക്കാനുള്ള ഒരു ശ്രമം. ഇപ്പം തിരിച്ചായി കേട്ടോ, വാദപ്രതിവാദങ്ങളിലൂടെ പരമാവധി സത്യത്തിൽ നിന്ന് അകന്നു പോകാം എന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന വാദപ്രതിവാദത്തിൻ്റെ ഒരു സ്വഭാവം. മിഷേൽ ഫൂക്കോ തർക്കത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് പറയുന്നുണ്ട്, താർക്കികനും സംവാദകനും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പറയുന്നത്, താർക്കികൻ ചെയ്യുന്നൊരു കാര്യം തന്നോട് തർക്കത്തിലേർപ്പെടുന്ന ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരാശയം സ്വീകരിച്ച് കുറച്ചുകൂടി സത്യത്തിലേക്ക് അടുത്തെത്താൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും താർക്കികൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് തനിക്കെതിരെ സംസാരിക്കുന്ന ആളെ എന്നേക്കുമായി റദ്ദാക്കുക എന്നതാണ് തർക്കത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അതുകൊണ്ട് തർക്കം ഇൻഹറൻ്റലി വയലൻ്റാണ് എന്നതാണ് ഫൂക്കോയുടെ ഒരു പൊസിഷൻ. വയലൻസ് ആണ് അത് ഭാഷണത്തിലെ ഹിംസയാണ് തർക്കം എന്ന് പറയുന്നത്. ഫൂക്കോക്കെ വരുന്നതിന് മുമ്പ് മലയാളത്തിൽ ഇത് അറിയാൻ കേട്ടോ, വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നാണ് നാരായണഗുരു പറഞ്ഞത്. അത് ഈ ഒരു പോയിൻ്റാണ്. ഈ തർക്കത്തിലൊരു എന്താ പറയുക, വയലൻ്റ് അനിഹിലേഷൻ ഓഫ് ദ അതർ എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഫൂക്കോ വളരെ വിസ്തരിച്ച് അതേക്കുറിച്ച് എഴുതുന്നുണ്ട്. എന്തായാലും ഈ തർക്കത്തിലല്ല, മറിച്ച് ഒരു വാദം, ആ വാദത്തെ എന്താ പറയുക, റെഫ്യൂട്ട് ചെയ്യുന്നു, അതിനെ കൗണ്ടർ ചെയ്യുന്നു, അപ്പോൾ ഈ വാദത്തെ കുറെ കൂടി പരിഷ്കരിക്കുന്നു. അങ്ങനെ ഇതിൽ കൂടുതൽ സൂക്ഷ്മതയിലേക്ക് പോവുക. ഇതിന് മനോഹരമായൊരു ഉദാഹരണം കാപ്പനച്ചൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാപ്പനച്ചനെ പരിചയം ഉണ്ടാവുമല്ലോ, ഫാദർ എസ് കാപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹം ജർമ്മൻ ഭാഷയിൽ വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. ജെസ്യൂട്ട് പുരോഹിതനായിരുന്നു അദ്ദേഹം. വലിയ സ്കോളറും നമ്മുടെ കാലത്തെ തത്വചിന്തകന്മാരിൽ പ്രധാനിയുമായിരുന്നു. മാർക്സിസത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് മാർക്സിസം പഠിച്ചു തുടങ്ങിയ ആളാണ്. അവസാനം മൂപ്പര് മാർക്സിസ്റ്റായി എന്നതാണ് അതിലൊരു രസമുള്ള കാര്യം. അദ്ദേഹം മാർക്സിസത്തെക്കുറിച്ച് മനോഹരമായൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ജർമ്മൻ ഭാഷ നന്നായിട്ട് അറിയുന്ന ആളാണ് കേട്ടോ. ഹൈഡഗറെ ജർമ്മനിയിൽ നിന്ന് തന്നെ മലയാളത്തിലേക്ക് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കലാസൃഷ്ടിയുടെ ഉറവിടം ജർമ്മൻ ഭാഷയിൽ നിന്ന് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയാണ്. അദ്ദേഹം ഈ ഡയലക്റ്റിക്കൽ മെത്തേഡിനെ, കോൺവെർസേഷണലായിട്ടുള്ള ഡയലക്റ്റിക്കൽ മെത്തേഡിനെ, ഹെഗേലിയൻ അല്ല, അതിനൊരു ഉദാഹരണം അദ്ദേഹം കൊടുക്കുന്നത് രസമുള്ളൊരു ഉദാഹരണമാണ്. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഒരാൾ പറയുന്നു ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ട് എന്നൊരു വാദം ഒരാൾ പറയുന്നു. അതാണ് ഒരു തിസീസ്, ഒരു വാദം. അദ്ദേഹം അതിനുപയോഗിക്കുന്ന വാക്ക് വാദം എന്നല്ല, സമർത്ഥനം. ഒരു വാദം സമർത്ഥിക്കുന്നു, സമർത്ഥനം. അത് തിസീസാണ് എന്ന് കരുതുക. അപ്പോൾ അതിനൊരു കൗണ്ടർ ആർഗ്യുമെൻ്റ് വരുന്നു, അതിനൊരു ആൻറ്റി തിസീസ് വരുന്നു, ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല. അപ്പോൾ ഇത് ഈക്വലി ഓപ്പോസിറ്റായ, പരസ്പര വിരുദ്ധമായ 2 വാദങ്ങളാണ്, തിസീസും ആൻറ്റി തിസീസും. ഈ 2 പേരും തങ്ങളുടെ വാദങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവിടെ തന്നെ നിന്ന് ശബ്ദം ഉണ്ടാക്കലാണല്ലോ നമ്മുടെ കാലത്തെ കലാപരിപാടി. മറിച്ച് ഡയലക്റ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അതല്ല. പരസ്പര വിരുദ്ധമായ 2 വാദങ്ങളുടെ സൂക്ഷ്മാംശങ്ങൾ 2 പേരും പരിശോധിക്കുകയും സമർത്ഥനവും നിഷേധവും തമ്മിലുള്ള സംവാദത്തിലൂടെ 2 വാദങ്ങളെയും മറികടക്കുന്ന, എന്നാൽ 2ൻ്റെയും സാധ്യതകളെ ഉൾക്കൊള്ളുന്ന മൂന്നാമതൊരു വാദത്തിലേക്ക് എത്തിച്ചേരുന്നു.
അതിനെയാണ് അദ്ദേഹം സമന്വയം എന്ന് പറയുന്നത്. അപ്പോൾ തിസീസ്, ആൻറ്റിതിസീസ്, സിന്തസിസ്. കാപ്പനച്ചൻ അതിന് കൊടുക്കുന്ന മലയാളം സമർത്ഥനം, നിഷേധം, സമന്വയം. എന്താണ് ഈ സമന്വയാത്മകമായ എത്തിച്ചേരൽ? ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട് എന്ന് ഒരു വാദം തിസീസ്, ഇന്ത്യയിൽ ജനാധിപത്യമില്ല എന്ന ആൻറ്റിതിസീസ്, ഇന്ത്യയിൽ രൂപമാത്രമായ ജനാധിപത്യമേ ഉള്ളൂ എന്ന സിന്തസിസ്. ഫോർമൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഔപചാരിക അർത്ഥത്തിൽ, അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിലില്ല, മറിച്ച് അതിൻ്റെ ഒരു പുറന്തൊണ്ട് പോലെ ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ വാദത്തെയും രണ്ടാമത് പറഞ്ഞ വാദത്തെയും നിരസിച്ചുകൊണ്ടും, എന്നാൽ ഒന്ന് മറ്റൊന്നിനെ റദ്ദാക്കിക്കൊണ്ടല്ല, ജനാധിപത്യം ഉണ്ട് എന്നുള്ള വാദവും ജനാധിപത്യം ഇല്ല എന്നുള്ള വാദവും ചേർന്ന് അതിൻ്റെ സാരത്തെ സ്വാംശീകരിക്കുന്ന മൂന്നാമതൊരു വാദം. ഇങ്ങനെ വാദത്തിൻ്റെയും പ്രതിവാദത്തിൻ്റെയും സമന്വയത്തിൻ്റെയും, കാപ്പനച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമർത്ഥനത്തിൻ്റെയും നിഷേധത്തിൻ്റെയും സമന്വയത്തിൻ്റെയും വഴിയിലൂടെ ആശയങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന, അങ്ങനെ സത്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്ത് ചെല്ലാൻ നമ്മെ സഹായിക്കുന്ന ഒരു വിചിന്തന രീതിയായിട്ടാണ് ഡയലക്റ്റിക്സ് നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അതിനെ പറഞ്ഞ സമയത്ത് ഫോം ഓഫ് റീസണിങ് ത്രൂ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ്, വാദങ്ങളിലൂടെയും പ്രതിവാദങ്ങളിലൂടെയുമുള്ള യുക്തിവിചാരം, അതുവഴി സത്യത്തിലേക്ക് കൂടുതൽ എത്തിച്ചേരാനുള്ള ശ്രമം. ഇത് ഇങ്ങനെ വാദപ്രതിവാദങ്ങളിലൂടെ കൂടുതൽ സത്യത്തോടടുക്കാൻ കഴിയും എന്ന നിലയിൽ ഇത് പ്രാചീന ഗ്രീക്ക് ചിന്തയിൽ പല രൂപത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സെനോയെ പോലുള്ള ആളുകളാണ്, അരിസ്റ്റോട്ടിൽ പറയുക, സെനോ ആണ് ഈ പറയുന്ന ഒരു ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെടുത്തിയത് എന്ന് പറയും. ഇതിന് പേര് നൽകിയത്, ഡയലക്റ്റിക്സ് എന്ന പേര് നിർദ്ദേശിച്ചത് പ്ലേറ്റോ തന്നെയാണ് എന്ന് പലരും കരുതുന്നുണ്ട്. പ്ലേറ്റോയിന് അതിൻ്റെ ഒരു ആ പേരിൻ്റെ ഒരു അവകാശം പലരും കൽപ്പിച്ച് നൽകി കണ്ടിട്ടുണ്ട്. പ്ലേറ്റോ രണ്ട് നിലയിലാണ് ഈ ആശയത്തെ കാണുന്നത്, ഡയലക്റ്റിക്സിനെ. ഒന്ന്, ദ ആർട്ട് ഓഫ് ഡെഫിനിഷൻ ഓർ ഡിസ്ക്രിമിനേഷൻ ഓഫ് ഐഡിയാസ്, ആശയങ്ങളെ തമ്മിൽ വേർതിരിച്ച് കാണുന്നതിൻ്റെയും അതുവഴി അതിനെ നിർവചിക്കുന്നതിൻ്റെയും ഒരു യുക്തിയെയാണ് അദ്ദേഹം ഡയലക്റ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡെഫിനിഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഐഡിയാസ്, ആശയങ്ങളെ തമ്മിൽ വേർതിരിച്ച് കാണുക. അങ്ങനെ വേർതിരിച്ച് കാണുന്നതിലൂടെ ഒന്നിനെ വ്യക്തമാക്കുക. അങ്ങനെ തമ്മിലുള്ള വേർതിരിവുകളിലൂടെ ആശയങ്ങളെ വ്യക്തതയിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രക്രിയയായിട്ടാണ് പ്ലേറ്റോയിൽ ഡയലക്റ്റിക്സ് ഒരു രൂപത്തിൽ വരുന്നത്. രണ്ടാമത് പ്ലേറ്റോയുടെ ആശയത്തിൽ, ഡയലക്റ്റിക്സ് എന്ന ആശയത്തിൽ കൂടിക്കലർന്നു നിൽക്കുന്നത് ദ സയൻസ് വിച്ച് വ്യൂസ് ദ ഇൻ്റർ റിലേഷൻ ഓഫ് ഐഡിയാസ്, ആശയങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തെ നോക്കുന്ന, ആ ബന്ധത്തെ മനസ്സിലാക്കുന്ന. വാസ്തവത്തിൽ ഇത് രണ്ടും തമ്മിൽ ഒരു അകലമുണ്ട്. കാരണം ആശയങ്ങളെ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നതും ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് രണ്ടറ്റങ്ങളാണ്. ഈ രണ്ട് അർത്ഥസാധ്യതകളും പ്ലേറ്റോയുടെ ചിന്തയിൽ ഡയലക്റ്റിക്സ് എന്ന നിലയിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ രണ്ട് വിവക്ഷകളും പ്ലേറ്റോയിൽ ഉണ്ടായിരുന്നു എന്നാണ് അതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം. ഈ പ്ലേറ്റോയ്ക്കും മുമ്പ് തന്നെ ഒരർത്ഥത്തിൽ സോക്രട്ടിക് മെത്തേഡ് എന്നറിയപ്പെടുന്ന മെത്തേഡ്സിലൊന്ന്, എലങ്കസ് മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രീതി ഡയലക്റ്റിക്സിൻ്റെ ഒരു പൂർവ്വ സന്ദർഭമാണ് എന്ന് പറയാറുണ്ട്. എലങ്കസ് മെത്തേഡ്, 3 മെത്തേഡുകൾ സോക്രട്ടീസുമായി ബന്ധപ്പെട്ട് വിചാര രീതിയിൽ പറയും. ഒന്ന് എലങ്കസ് എന്നതാണ്, മറ്റൊന്ന് മെയൂട്ടിക് എന്നതാണ്, മൂന്നാമത്തത് എൻഡോക്സിക് എന്നതാണ്. എലങ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ഒരു വാദം വയ്ക്കുമ്പോൾ ആ വാദത്തിലെ വൈരുദ്ധ്യങ്ങളെയോ പിളർപ്പുകളെയോ പരിമിതികളെയോ ചൂണ്ടിക്കാണിച്ച് ആ വാദത്തെ റെഫ്യൂട്ട് ചെയ്യുക. ഒരാളൊരു വാദം വയ്ക്കുന്നു, ആ വാദത്തിൻ്റെ പരാധീനതകളെ, അതിലെ പിളർപ്പുകളെ, അതിലെ ശൈഥില്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആ ഭാഗം നിരസിക്കുക. അങ്ങനെ നിരന്തരമായ റെഫ്യൂട്ടേഷൻ വഴി, സ്ക്രൂട്ടണി വഴി ഒരു വാദത്തെ ആകാവുന്നത്ര സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു
വിചിന്തന രീതിയാണ് സോക്രട്ടിക് മെത്തേഡിൽ എലങ്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു മെത്തേഡ് മെയോട്ടിക് എന്ന് പറയുന്ന ഒന്നാണ്. മെയോട്ടിക്, MEIEUTIC, മെയോട്ടിക്. മെയോട്ടിക് എന്ന് പറയുന്നത് പ്ലേറ്റോ കൂടുതൽ ഉപയോഗപ്പെടുത്തിയ ഒരു സമ്പ്രദായമായിട്ടാണ് അതിനെ കാണുന്നത്. അത് ചോദ്യോത്തരങ്ങളിലൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻ്റ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെൻറ്റിൻ്റെ വേറൊരു രൂപമാണെന്ന് വേണമെങ്കിൽ പറയാം. ചോദ്യോത്തരങ്ങളിലൂടെ ഒരു വാദത്തെ കൂടുതൽ സൂക്ഷ്മമാക്കുക എന്നതാണ് മെയോട്ടിക് എന്ന മെത്തേഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ എൻഡോക്സിക്, ENDOXIC, എൻഡോക്സിക്. എൻഡോക്സിക് എന്നത് അരിസ്റ്റോട്ടിലിയൻ മെത്തേഡാണ് എന്ന് പലരും പറയാറുണ്ട്. അതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഒരു വിഷയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യത വന്ന അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ സമാഹരിക്കുക. ഏറ്റവും സ്വീകാര്യതയുള്ള വൈഡ്ലി ഹെൽഡ് ഒപ്പീനിയൻസ് ഓൺ എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയോ പ്രചാരമോ കൈവന്ന വാദഗതികളെ സമാഹരിക്കുക, ഒന്ന്. രണ്ടാമത്തത്, ഈ വാദഗതികൾക്കുള്ളിലുള്ള പസിൽസ്, അതായത് ഏത് വാദഗതിക്കും അതിനുള്ളിൽ ചില വൈരുദ്ധ്യങ്ങളോ പോരായ്മകളോ ദൗർബല്യങ്ങളോ കാണുമല്ലോ. ആ പസിൽസിനെ കണ്ടെത്തുക. മൂന്നാമത്, ആ പസിൽസിനെ റിസോൾവ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ആദ്യം പറഞ്ഞ അഭിപ്രായത്തെ നവീകരിക്കുക, അതിനെ റിഫൈൻ ചെയ്യുക. അപ്പോൾ ഒരു വിഷയത്തെ സാധ്യമായ എല്ലാ വാദഗതികളെയും മുൻനിർത്തി സമീപിക്കുക, വാദഗതികളിലെ സന്നിഗ്ധതകളെ, ആഭ്യന്തര ശൈഥില്യങ്ങളെ കണ്ടെടുക്കുക, ഈ ആഭ്യന്തര ശൈഥില്യങ്ങളെ പരിഹരിക്കാൻ പാകത്തിന് വാദങ്ങളെ പരിഷ്കരിക്കുക. ഇതാണ് ഈ എൻഡോക്സിക് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ. ഇങ്ങനെ സോക്രട്ടിക് മെത്തേഡ് എന്നറിയപ്പെടുന്ന 3 സമ്പ്രദായങ്ങൾ. അതിൽ സോക്രട്ടീസ് കൂടുതൽ ആശ്രയിച്ച എലങ്കസ് മെത്തേഡ് പൊതുവിൽ ഡയലറ്റിക്സിൻ്റെ ഒരു പൂർവ്വ സന്ദർഭമാണ്. മറ്റ് രണ്ടും അതിനോട് ബന്ധമുള്ളതായിട്ടും മനസ്സിലാക്കപ്പെട്ടു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വാദപ്രതിവാദങ്ങളിലൂടെ സത്യത്തിൻ്റെ സൂക്ഷ്മതയെ മനസ്സിലാക്കാം എന്ന നിലയിലുള്ളൊരു ധാരണ പ്രാചീന ഗ്രീക്ക് ചിന്തയുടെ സന്ദർഭത്തിൽ സെനോവിലും പാർമെനിഡീസിലും അതുപോലെ സോക്രട്ടീസിലും പ്ലേറ്റോയിലുമൊക്കെ കാണുന്നതായിട്ട് ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ദീർഘമായ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ സങ്കല്പം ഉരുത്തിരിഞ്ഞു വരുന്നത്. മധ്യകാല നൂറ്റാണ്ടുകളിൽ, ലേറ്റർ ആൻറ്റിക്വിറ്റി ആൻഡ് മിഡിൽ ഏജസ് എന്ന് പറയാവുന്ന, അതായത് ഗ്രീക്കോ റോമൻ കാലഘട്ടത്തിൻ്റെ അന്ത്യവേളയിലും പിന്നാലെ വന്ന മധ്യയുഗങ്ങളിലും പൊതുവിൽ ഈ ഡയലക്റ്റിക്സ് എന്നത് ലോജിക്കിന് സമാനമായിട്ടാണ് മനസ്സിലാക്കപ്പെട്ടത്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ സൂക്ഷ്മാംശങ്ങളൊക്കെ പൊതുവെ പോവുകയും മനുഷ്യരുടെ ഒരു തരത്തിലുള്ള താർക്കികമായ ഒരു വിചാരത്തിൻ്റെ പര്യായം പോലെ ലോജിക്കിന് സമാനമായിട്ട് ഡയലറ്റിക്സ് നിലനിൽക്കുകയും ചെയ്തു. ഇതിൽ പിന്നീട് മാറ്റം വരുന്നത് 17-ാം നൂറ്റാണ്ട് അവസാനവും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമൊക്കെ ഇമ്മാനുവൽ കാന്റ് നടത്തുന്ന ഒരിടപെടലാണ്. അദ്ദേഹം ഡയലറ്റിക്സ് എന്ന പദത്തെ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ഉപയോഗിക്കുകയുണ്ടായി. കാന്റ് അത് കൊണ്ടുവന്നത്, അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് ദ മ്യൂച്വലി കോൺട്രഡിക്ടറി ക്യാരക്ടർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ്, ശാസ്ത്രതത്വങ്ങളിൽ നിലീനമായിരിക്കുന്ന പരസ്പര വിരുദ്ധമായ പ്രവണതകളെ സൂചിപ്പിക്കുന്ന ഒരാശയമായിട്ട് ഡയലറ്റിക്സിനെ കാന്റ് അവതരിപ്പിക്കുന്നു. ശാസ്ത്രം ഇൻഹറൻ്റലി കോൺട്രഡിക്ടറി ആയ ചില പൊസിഷൻസ് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് കാന്റ് നിരീക്ഷിക്കുകയും അതിനെ സൂചിപ്പിക്കുന്ന ഒരു നിലയ്ക്ക് അറിവിൻ്റെ ഒരു സത്യാത്മകതയെ ദുർബലപ്പെടുത്തുന്ന ഒരു ഘടകമായിട്ടാണ്. കാരണം മ്യൂച്വലി കോൺട്രഡിക്ടറി ആയ പൊസിഷൻസ് ഒരറിവിനുള്ളിൽ തന്നെ
സന്നിഹിതമായിരിക്കുന്നു എന്നുള്ളത് അറിവിനെ തന്നെ ഒരു നിലയ്ക്ക് അസ്ഥിരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അറിവിനെ ദുർബലപ്പെടുത്തുന്ന, എന്നാൽ ശാസ്ത്രജ്ഞാനത്തിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്വഭാവത്തിലേക്ക് കടന്നു നിൽക്കുന്നു എന്ന് പറയാവുന്ന മട്ടിലാണ് കാൻറ്റിൻ്റെ ഈ ഡയലറ്റിക്സിലുള്ള പ്രയോഗം വരുന്നത്. കാൻറ്റ് മുമ്പോട്ട് വച്ച ഈ വീക്ഷണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കാൻറ്റിന് ശേഷം ഹെഗൽ ഈ ആശയത്തെ അവതരിപ്പിക്കുന്നത്. ഹെഗലിലെത്തുമ്പോൾ ഒരുപക്ഷെ ഹെഗലിലാണ് ഡയലറ്റിക്സ് അതിൻ്റെ ഒരു പൂർണ്ണ ദർശനം എന്ന പദവിയിലേക്ക് എത്തുന്നത്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൻ്റെ ഗതി, ദ ലോജിക് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അതുപോലെ തന്നെ മനുഷ്യരുടെ ജ്ഞാനാർജനത്തിൻ്റെ രീതി, ഇത് രണ്ടും ഡയലക്റ്റിക്കലാണ് എന്ന് ഹെഗൽ മുമ്പോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഹെഗലിലെത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഇതൊരു മെത്തേഡ് എന്നതിന് പകരം നമ്മുടെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്, അടിസ്ഥാന സ്വഭാവത്തെ മനസ്സിലാക്കാനുള്ള രീതിയുമാണ്. അങ്ങനെ രീതിയും ഉള്ളടക്കവും ഒന്നായിത്തീരുന്ന, ഞാൻ പറഞ്ഞ ആശയം വ്യക്തമുണ്ടോ എന്നറിയില്ല, അതായത് യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാന പ്രകൃതം ഡയലക്റ്റിക്കലാണ്, അതിനെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ചിന്താപരമായ മാർഗവും ഡയലക്റ്റിക്കലാണ്. അതുകൊണ്ട് ഡയലക്റ്റിക്കൽ എന്നത്, ഡയലക്റ്റിക്സ് എന്നത് ഒരു സാങ്കേതിക രീതി മാത്രമല്ല, യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാന പ്രകൃതവുമാണ്. ഈ നിലയിൽ ഡയലക്റ്റിക്സ് എന്നതിന് ഓൾ ലോജിക് ആൻഡ് വേൾഡ് ഹിസ്റ്ററി ഫോളോ എ ഡയലക്റ്റിക് പാത്ത്. എല്ലാ താർക്കിക ഗതികളും, എല്ലാ ലോജിക്കുകളും ആൻഡ് വേൾഡ് ഹിസ്റ്ററി, ഒരു ഭാഗത്ത് എല്ലാ താർക്കിക വിചിന്തനവും മറുഭാഗത്ത് ലോകചരിത്രവും പിന്തുടരുന്നത് വൈരുദ്ധ്യാത്മകതയുടെ വഴിയാണ്. ഇങ്ങനെ അവതരിപ്പിക്കുന്നതോടെ മെത്തേഡ് ആൻഡ് കണ്ടൻറ് എന്ന് പറയുന്നത്, കണ്ടൻറ്റിനെ അനലൈസ് ചെയ്യാനുള്ളൊരു ഒന്നായിട്ട് മെത്തേഡ് മാറുകയല്ല, മെത്തേഡും കണ്ടൻറ്റും ഏതാണ്ട് ഒന്നായിത്തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നായിത്തീരുന്നത് കൊണ്ട് അവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, ഇൻ വിച്ച് ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻസ് വെയർ ട്രാൻസെൻഡഡ് ബട്ട് ഗേവ് റൈസ് ടു എ ന്യൂ കോൺട്രഡിക്ഷൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ അതിവർത്തിക്കപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ തിസീസ്, ആൻറ്റിതിസീസ്, സിന്തസിസ്. പക്ഷേ സിന്തസിസിൽ സെറ്റിലാവുകയല്ല, അവിടെ പുതിയ വൈരുദ്ധ്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. അങ്ങനെ സമർത്ഥനത്തിൻ്റെയും നിഷേധത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഒരു നിരന്തരമായ പാതയായിട്ട് വൈരുദ്ധ്യാത്മകമായ പ്രക്രിയ നിലനിൽക്കും എന്നാണ് ഹെഗല് വൈരുദ്ധ്യാത്മകതയെ വിശദീകരിച്ചത്. ഈ വിശദീകരണത്തോടെയാണ് 18-ാം നൂറ്റാണ്ടിൽ 19-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് പാശ്ചാത്യ തത്വചിന്തയുടെ ഒരു അടിസ്ഥാന ആശയങ്ങളിലൊന്നായിട്ട് ഡയലക്റ്റിക്കൽ തിങ്കിങ് മാറിത്തീരുന്നു. മാർക്സ് ഈ ഡയലക്റ്റിക്കൽ തിങ്കിങ്ങിനെ ഒരു മെത്തേഡ് എന്ന നിലയ്ക്ക് സമ്പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയും, പക്ഷേ ഡയലക്റ്റിക്കൽ പ്രോസസ്സിൻ്റെ കേന്ദ്രം കേവല ആശയമാണ് എന്ന ഇദ്ദേഹത്തിൻ്റെ ആശയത്തെ, ഹെഗലിൻ്റെ ആശയത്തെ തിരിച്ച് അത് ഭൗതിക യാഥാർത്ഥ്യമാണ് എന്ന നിലയിലേക്ക് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന പേര് പിൽക്കാലത്ത് കൈവരിച്ചത്.